രഥോത്സവം കഴിഞ്ഞെങ്കിലും കൽപ്പാത്തിയിലെ ആരവങ്ങൾ ഒഴിയുന്നുണ്ടോ? ഇല്ല. ആളുകൾ ഇപ്പോഴും കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അക്ഷയ ഇന്നും കൽപ്പാത്തിയിലുണ്ട്. നമുക്ക് അക്ഷയയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ? അക്ഷയ, ഗുഡ് മോർണിംഗ്. കൽപ്പാത്തിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൽപ്പാത്തി അങ്ങനെ ആഘോഷത്തിന്റെ നിറവിലായിരുന്നു ഇന്നലെ രഥോത്സവം. അത് കഴിഞ്ഞ് പിന്നീട് തെരഞ്ഞെടുപ്പിലേക്കുള്ള പോക്കാണ്. എന്താണ് അവിടുത്തെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ? തീർച്ചയായും മോത്തി, ഒരു വലിയ ആഘോഷം, ഒരാണ്ടിലെ കാത്തിരിപ്പ്, ഒരു വർഷത്തെ കാത്തിരിപ്പ്, അതിനൊടുവിൽ രഥോത്സവം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. രഥോത്സവം കഴിഞ്ഞു, കൊടിയിറങ്ങാൻ പോവുകയാണ്. ഇനി 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ കൊടിയിറങ്ങും. പക്ഷേ ശരിക്കുള്ള ഉത്സവം വരാൻ പോകുന്നു എന്നുള്ള പോലെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഉത്സവം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇതാ നമ്മൾ ഇന്നലെ കണ്ട ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ച ആ രഥങ്ങളൊക്കെ, അവരുടെ ഉടുപ്പൊക്കെ ഊരി എന്നൊക്കെ പറയും പോലെ രഥത്തിന് മുകളിലുള്ള മറ്റ് അലങ്കാര പണികളൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഇതും ഇപ്പോൾ ഈ മരങ്ങൾ കൊണ്ടുള്ള ആ അതും അവർ അഴിച്ചു മാറ്റുകയും ചെയ്യും. രഥം മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. ഇതായത് നമുക്ക് കൽപ്പാത്തിയിലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫിൽറ്റർ കോഫി, ഇവിടുത്തെ തൈര്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിൽറ്റർ കോഫി വിൽക്കുന്നൊരു കടയിൽ കൂടിയാണ് നമ്മളുള്ളത്. ഇവിടെ ഒക്കെ നല്ല തിരക്കുണ്ട്. ചേട്ടാ, കോഫി കുടിച്ചോ? കോഫി കുടിച്ചു. എങ്ങനെയുണ്ട് രഥോത്സവം കഴിഞ്ഞപ്പോൾ? രഥോത്സവം കഴിഞ്ഞ അതിൻ്റെ പ്രതീതിയാണ്. ഇവിടെ ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. രഥോത്സവം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ ഗംഭീരമായിരുന്നു. ഞാനിവിടെ 20 വർഷമായി താമസിച്ചു. 20 വർഷത്തിന് ശേഷം വളരെ ഗംഭീരമായ രീതിയിൽ രഥോത്സവം കഴിഞ്ഞു. ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണ്ടേ? വലിയ ഉത്സവം. വോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത വലിയ ഉത്സവം 20-ാം വോട്ടിനുള്ള തിരക്കാണ് എല്ലാവർക്കും. അതാണ്, വലിയ ഉത്സവം വരാതിരിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? സ്വാമിയാണല്ലേ? അല്ല, കറുപ്പുകൊണ്ട് സ്റ്റൈലാണ്. കച്ചവടത്തിന് കച്ചവടക്കാരാണ്, ആലത്തൂരുള്ളതാണ്. കച്ചവടത്തിന് വന്നെയാണ്. കച്ചവടമൊക്കെ ഇത്തവണ എങ്ങനെയുണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ല. ഈ തിരക്കുള്ളതിനൊക്കെ ലാഭം കച്ചവടത്തിന് കിട്ടിയില്ലേ? കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ആയില്ല. കാരണം പിന്നെ കച്ചറകളൊന്നുമില്ല. പോലീസുകാരൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ കച്ചറകളൊക്കെ ഉണ്ടാകണതായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പോലീസിന് വലിയ സുരക്ഷ ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരുപാട് പേര് ഫിൽറ്റർ കോഫി കുടിച്ചു പോയോ? ഒരുപാട് പേര് പോയി. 3 ദിവസം അടച്ചു. എന്നാ തുറന്നത്? അടയ്ക്കും. എങ്ങനെയുണ്ടായിരുന്നു ഉത്സവമൊക്കെ? ഗംഭീരായിരുന്നു. ഇനിയിപ്പോ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണല്ലോ. ഉത്സവം ബാക്കിയാ. ശരി, എന്തായാലും ഫിൽറ്റർ കോഫി കുടിച്ചോണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഉത്സവം? ഗംഭീരമായിരുന്നു. ഇത്തവണ മോത്തിയതാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വലിയ ഒഴുക്കുണ്ടായിരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം പല നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ടായിരുന്നു. നമുക്ക് കൽപ്പാത്തിയിലെത്തിയാൽ ഫിൽറ്റർ കോഫിയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഫിൽറ്റർ കോഫി അക്ഷയം മുടക്കണ്ട.